ലെറ്റ്സ് ലേൺ ജാപ്പനീസ്. ഹാജിമെ മാഷോ. ഇംഗ്ലീഷിലെ പോലെയല്ല, ജാപ്പനീസിൽ കോമ ആൻഡ് ഫുൾ സ്റ്റോപ്പ് ഡിഫറെൻ്റ് ആണ്. ഇംഗ്ലീഷിൽ കോമ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. എന്നാൽ ജാപ്പനീസിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു സ്ലാൻഡിങ് ലൈനാണ്. അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇംഗ്ലീഷിൽ ചെറിയൊരു ഡോട്ട് പോലെ ഉള്ളതാണ്. എന്നാൽ ജാപ്പനീസിൽ അത് ചെറിയൊരു സർക്കിളാണ്, അതും ഫില്ല് ചെയ്യാത്ത ബ്ലാങ്ക് ആയിട്ടുള്ള സർക്കിൾ. അടുത്തത് ക്വസ്റ്റ്യൻ മാർക്കാണ്. ജാപ്പനീസിൽ ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യാറുണ്ട്, എന്നാൽ എല്ലായിടത്തും ഇല്ല, ചില കോണ്ടെക്സ്റ്റിൽ മാത്രം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജാപ്പനീസുകാർക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല, പകരം കാ എന്ന പാർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് പാർട്ടിക്കിൾസ് എന്താണെന്ന് നോക്കാം. ജാപ്പനീസിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് പാർട്ടിക്കിൾസ്. ഒരു സെൻറ്റൻസ് പൂർണ്ണമാകണമെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ ഉപയോഗം കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. വാ പാർട്ടിക്കിൾ എന്താണെന്ന് നോക്കാം. വാ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ടോപ്പിക് മാർക്കിംഗ് പാർട്ടിക്കിളാണ്. അതായത് ഒരു സെൻറ്റൻസിലെ മെയിൻ ടോപ്പിക്കിൻ്റെ കൂടെയാണ് ഈ വാ പാർട്ടിക്കിൾ വരുന്നത്. ഇതിൽ വാ എന്ന് പറയുന്നെങ്കിൽ പോലും ഹ എന്ന അക്ഷരം കൊണ്ടാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് എ ബുക്ക്, കൊരേവ ഹൊൻഡേസ്. അതിൽ ദിസ്സാണ് ടോപ്പിക്കായിട്ട് വരുന്നത്. അടുത്തത് നോ പാർട്ടിക്കിൾ ആണ്. നോ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പൊസഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പ് പാർട്ടിക്കിൾ എന്നാണ് അർത്ഥം. എക്സാമ്പിളിൽ വത്താഷിനോ ഹോൻ, എൻ്റെ ബുക്ക്. ഇതിൽ ആ ബുക്ക് എൻ്റെതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാർട്ടിക്കിളാണ് നോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെൻസേനോ നമായെ, ടീച്ചറുടെ പേര്. ഇൻ്റെ, ഉടെ എന്നീ അർത്ഥങ്ങൾക്ക് നോ പാർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടോക്കിയോനോ മച്ചി. മച്ചി എന്ന് പറഞ്ഞാൽ സിറ്റി എന്നാണ് അർത്ഥം. ദ സിറ്റി ഓഫ് ടോക്കിയോ, ടോക്കിയോയിലെ സിറ്റി. ഇലെ എന്നുള്ള അർത്ഥം വന്നപ്പോഴും ആ നോ പാർട്ടിക്കിൾ ചേർത്തിട്ടുണ്ട്. അടുത്തത് ഗാ പാർട്ടിക്കിൾ ആണ്. ഗാ പാർട്ടിക്കിൾ എന്നത് സബ്ജക്റ്റ് മാർക്കർ എന്നാണ്. ജീവനുള്ള വസ്തുക്കളുടെ കൂടെയും ജീവനില്ലാത്ത വസ്തുക്കളുടെ കൂടെയും ഗാ പാർട്ടിക്കിൾ യൂസ് ചെയ്യും. എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാകും. നെക്കോ ഗാ ഇമാസ്, ദെയർ ഈസ് എ ക്യാറ്റ്. ഇമാസ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഹൊൻ ഗാ അരിമാസ്, ദെയർ ഈസ് എ ബുക്ക്. ഇമാസും അരിമാസും എക്സിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇമാസ് എന്നത് ജീവനുള്ള വസ്തുക്കളെക്കുറിച്ച് പറയുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അരിമാസ് എന്നത് ജീവനില്ലാത്ത വസ്തുക്കളുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് പറയുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഓ പാർട്ടിക്കിൾ ആണ്. ഓ എന്നാണ് പറയുന്നതെങ്കിലും വോ എന്ന അക്ഷരം കൊണ്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഓ പാർട്ടിക്കിൾ എന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് മാർക്കിംഗ് പാർട്ടിക്കിൾ ആണ്. ഒരു ആക്ഷൻ നടക്കാൻ കാരണമായ ഒബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഓ പാർട്ടിക്കിൾ വരുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൊൻ ഓ യൊമീമാസ്, ഐ റീഡ് എ ബുക്ക്. അതിലെ ആക്ഷൻ എന്ന് പറയുന്നത് വായിക്കുക എന്നാണ്. റീഡിംഗ് ആണ് അതിലെ ആക്ഷൻ എന്ന് പറയുന്നത്. അതിന് കാരണമായ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ബുക്കാണ്. അപ്പോൾ ആക്ഷന് മുമ്പായിട്ട് ആണ് ഓ പാർട്ടിക്കിൾ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് പ്ലേസിലാണ് ഓ പാർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. ഒരു പ്ലേസിൽ ആക്ഷൻ നടക്കുമ്പോൾ. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കോയൻ ഓ സാംബോഷിമാസ്, ഐ ടേക്ക് എ വോക്ക് ഇൻ ദ പാർക്ക്. പാർക്കിൽ നടക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതിലെ പ്ലേസ് എന്ന് പറയുന്നത് കോയൻ ആണ്, പാർക്കാണ്. നടത്തുന്ന മൂവ്മെൻ്റ് അല്ലെങ്കിൽ ആക്ഷൻ എന്ന് പറയുന്നത് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഓ പാർട്ടിക്കിൾ ചേർക്കുന്നത്.
അടുത്തത് നീ പാർട്ടിക്കിളാണ്. ഡെസ്റ്റിനേഷൻ, ടൈം, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ലൊക്കേഷൻ ഓഫ് എക്സിസ്റ്റൻസ് പറയാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ്റെ എക്സാമ്പിൾ വരുന്നത് ഗക്കോനി ഇക്കിമാസ്, ഐ ഗോ ടു സ്കൂൾ, ഞാൻ സ്കൂളിൽ പോകും. അതിലെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഗക്കോ, സ്കൂളാണ്. അടുത്ത എക്സാമ്പിൾ ടൈമിൻ്റെയാണ്. ഷിച്ചിജി നീ ഒക്കിമാസ്, ഐ വേക്കപ്പ് അറ്റ് 7 o'clock, 7 മണിക്ക് എണീക്കുമെന്നാണ് എക്സാമ്പിൾ വന്നിരിക്കുന്നത്. അതിൽ ടൈമിൻ്റെ കൂടെയാണ് നീ പാർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിൻ്റെ എക്സാമ്പിളാണ്. സെൻസെയ് നീ ഷിറ്റ്സുമോൻ ഷിമാസ്, ഷിറ്റ്സുമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്നാണ് അർത്ഥം. സെൻസേനോട് അതായത് ടീച്ചറോട് ക്വസ്റ്റ്യൻ ചോദിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 2, 4 എന്ന മീനിങ് ആണ് അവിടെ വരുന്നത്. ടീച്ചറിനോട് എന്ന ആ അർത്ഥത്തിലാണ് അവിടെ നീ പാർട്ടിക്കിൾ ചേർത്തിരിക്കുന്നത്. അടുത്തത് ലൊക്കേഷൻ ഓഫ് എക്സിസ്റ്റൻസ്. ഒരു ലൊക്കേഷനിൽ എക്സിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നീ പാർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇനുഗ കോയൻ നീ ഇമാസ്, അതായത് ഇതിലെ ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പാർക്കാണ്. ഡോഗ് പാർക്കിലുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സെൻറ്റൻസിൽ ആദ്യം സബ്ജക്റ്റ് ആണ് വരുന്നത്, ഇനു എന്നത്. ഡോഗ് എന്നതാണ് സബ്ജക്റ്റ്. അതിൻ്റെ കൂടെ സബ്ജക്റ്റിൻ്റെ കൂടെ ഗാ പാർട്ടിക്കിൾ ചേർത്തു. അതിനുശേഷം ലൊക്കേഷനായ പാർക്ക് കാണിച്ചു. എന്നിട്ട് അതിൽ നീ പാർട്ടിക്കിൾ ആഡ് ചെയ്തു. ഗാ എന്ന പാർട്ടിക്കിൾ എപ്പോഴും നീ പാർട്ടിക്കിളിനെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ ജീവനുള്ള ഒരു വസ്തുവിനെയാണ് ഇപ്പോൾ നമ്മൾ പാർക്കിൽ ഉണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ ജീവനില്ലാത്ത ബുക്ക് പാർക്കിലുണ്ട് അല്ലെങ്കിൽ കാറ് പാർക്കിലുണ്ടെന്ന് കാണിക്കാം. കുറുമാഗ കോയന്നി അരിമാസ്, കുറുമ എന്ന് പറയുന്നത് കാർ എന്നാണ് അർത്ഥം. കാറ് പാർക്കിലുണ്ട്. ഗാ പാർട്ടിക്കിളിൻ്റെ അവിടെ നോക്കിയപ്പോൾ ജീവനുള്ള വസ്തുക്കളിൽ ഇമാസും ജീവനില്ലാത്തതിൽ അരിമാസുമാണ് ചേർക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കുറുമ അഥവാ കാറിൻ്റെ അവിടെ വന്നപ്പോൾ അരിമാസ് ചേർത്തത്. അടുത്തത് എ പാർട്ടിക്കിളാണ്. ഹേ എന്ന അക്ഷരം കൊണ്ടാണ് എ പാർട്ടിക്കിൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇതും നീ പാർട്ടിക്കിൾ പോലെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ഒരു പ്ലേസിലേക്കുള്ള ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഗക്കോയെ ഇക്കിമാസ്, സ്കൂളിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു എന്നിങ്ങനെ പറയാനായിട്ട് എ പാർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അഡ്രസ്സിങ് സംവൺ ഇൻ ലെറ്റേഴ്സ്, ഒരു ലെറ്റർ അയക്കാൻ നേരത്ത് നമ്മൾ ഒരാളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു എന്ന് ചേർത്ത് പറയാറുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ടു മൈ ഫ്രണ്ട് തോമോദാച്ചി എ. തോമോദാച്ചി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്നാണ് അർത്ഥം. അടുത്തത് ദേ പാർട്ടിക്കിളാണ്. ആക്ഷൻ നടക്കുന്ന പ്ലേസ്, ആക്ഷൻ നടക്കാനുള്ള റീസൺ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്നിവയിലാണ് ദേ പാർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഗക്കോ ദേ ബെൻഗ്യോഷിമാസ്, ഗക്കോ എന്ന് പറഞ്ഞാൽ സ്കൂൾ എന്നാണ്. ഇതിലെ ആക്ഷൻ ബെൻഗ്യോഷിമാസ് ആണ്. ബെൻഗ്യോഷിമാസ് എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നാണ് അർത്ഥം. സ്കൂളിൽ വെച്ച് പഠിക്കും. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ്റെ എക്സാമ്പിളാണ്. ദെൻഷാദെ ഇക്കിമാസ്, ഐ ഗോ ബൈ ട്രെയിൻ. ഇതിൽ ട്രാൻസ്പോർട്ടേഷനായ ട്രെയിൻ കഴിഞ്ഞിട്ടാണ് ദേ പാർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് റീസൺ ഓർ കോസ്, ബിക്കോസ് ഓഫ് അല്ലെങ്കിൽ ഡ്യൂ ടു, കാരണം, കൊണ്ട് എന്നിങ്ങനെ അർത്ഥം. ബിക്കോസിൻ്റെ എക്സാമ്പിളായിട്ട് ബ്യോക്കീദെ യാസുമി മഷ്ത, ഇൽനെസ് എന്നാണ് ബ്യോക്കിയുടെ അർത്ഥം. വയ്യാതിരുന്നത് കൊണ്ട് ലീവ് എടുത്തു, റെസ്റ്റ് എടുത്തു എന്നൊക്കെയാണ് അർത്ഥം. അതുപോലെ തന്നെ കൊണ്ട് എന്ന അർത്ഥം കൂടെ ഉണ്ട്. കൈ കൊണ്ട് കഴിച്ചു, തേതെ തബേമാസ്, കൈക്ക് തേ എന്നാണ് പറയുന്നത്. കൊണ്ട് എന്ന് പറയാനായിട്ട് ദേ എന്ന പാർട്ടിക്കിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. തബേമാസ് എന്ന് പറഞ്ഞാൽ കഴിക്കുമെന്നാണ് അർത്ഥം. അടുത്തത് തോ പാർട്ടിക്കിളാണ്. തോ പാർട്ടിക്കിൾ എന്നത് കൊട്ടേഷൻ മാർക്കർ എന്നാണ് അർത്ഥം.
രണ്ട് നൗൺസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോ പാർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാമ്പിള് റിംഗോത്തോ ബനാനാവോ തബേമസ്. റിംഗോ എന്നാൽ ആപ്പിൾ എന്നാണ് അർത്ഥം. ആപ്പിളും ബനാനയും കഴിക്കുമെന്നാണ് അർത്ഥം. തോയ്ക്ക് വിത്ത് എന്ന അർത്ഥം കൂടെ ഉണ്ട്, അതായത് കൂടെ എന്ന്. അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് ഹഹാത്തോ കൈമോണോ നീക്കിമസ്. അമ്മയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകും. ഹഹ എന്ന് പറഞ്ഞാൽ മദർ എന്നാണ് അർത്ഥം. കൈമോണോ എന്നത് ഷോപ്പിംഗ് എന്നും. അമ്മയുടെ കൂടെ എന്നർത്ഥം വരുന്ന തോ പാർട്ടിക്കിൾ ചേർത്തതിന് ശേഷം കൈമോണോ നീ ഇക്കിമസ്. ഇതിൽ നീ പാർട്ടിക്കിൾ വന്നിരിക്കുന്നത് ഡെസ്റ്റിനേഷൻ ആയത് കൊണ്ടിട്ടാണ്. കൈമോണോ ഷോപ്പിംഗ് എന്നതാണ് ഇവിടെ ഡെസ്റ്റിനേഷനായിട്ട് വരുന്നത്. അടുത്തത് മോ പാർട്ടിക്കിൾ ആണ്. മോ പാർട്ടിക്കിൾ ടു, ഓൾസോ, ഓർ, ആസ് വെൽ എന്ന അർത്ഥങ്ങളാണ് വരുന്നത്. എക്സാമ്പിൾ നോക്കാം. വത്താഷിമോ ഗക്സേദേസ്. ഞാനും സ്റ്റുഡൻ്റാണ്, ഞാനും വിദ്യാർത്ഥിയാണ് എന്നാണ് അർത്ഥം. രണ്ടാമതായിട്ട് ബോത്ത് ഓർ ഓൾ എന്ന അർത്ഥമാണ് വരുന്നത്. ഇനുമോ നെക്കോമോ സുക്കീദേസ്. ഇതിൽ രണ്ട് മോ പാർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതിന് കാരണം നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ, പട്ടിയെയും പൂച്ചയെയും ഇഷ്ടമാണ്. മലയാളത്തിൽ എന്നർത്ഥമില്ലേ, അതാണ് ഈ മോ പാർട്ടിക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോ പാർട്ടിക്കിൾ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള സെൻറ്റൻസിൽ ഉപയോഗിക്കാറുണ്ട്. റൈറ്റ് സൈഡിലെ എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ ദരേ മോ ഇമാസേൻ. ദരേ എന്ന് വെച്ചാൽ ആര്, ഹൂ എന്നാണ് അർത്ഥം. ആരും ഇല്ല എന്നാണ് ഇതിനർത്ഥം. രണ്ടാമത്തത് നാനിമോ ഷിരിമാസേൻ. നാനി എന്നത് എനിത്തിങ് എന്നാണ് അർത്ഥം, അതായത് ഒന്നും അറിയില്ല. ഷിരിമാസേൻ എന്ന് പറഞ്ഞാൽ ഡോണ്ട് നോ എന്നാണ് അർത്ഥം. മൂന്നാമത്തത് ദോക്കോമോ ഇക്കിമാസേൻ. ദോക്കോ എന്ന് വെച്ചാൽ വേറെന്നാണ് അർത്ഥം, എവിടെ, എവിടെയും പോകുന്നില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അടുത്തത് ഇറ്റ്സുമോ ഗെങ്കിദേസ്. ഇറ്റ്സു എന്ന് പറഞ്ഞാൽ വെൻ എന്നാണ് അർത്ഥം. ഇറ്റ്സുമോ എന്ന് പറഞ്ഞാൽ എപ്പോഴും, എപ്പോഴും ഓക്കെയാണ്, എപ്പോഴും വെല്ലാണ് എന്നാണ് പറയുന്നത്. അടുത്ത പാർട്ടിക്കിൾ കര ആണ്. കര എന്ന് പറഞ്ഞാൽ ഫ്രം, സ്റ്റാർട്ടിങ്, ബിഗിനിങ്, ബിക്കോസ് എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഗക്കോ കര കയേരിമാസ്. മലയാളത്തിൽ സ്കൂളിൽ നിന്നും തിരിച്ചു വന്നു എന്നാണ് അർത്ഥം. കര എന്ന പാർട്ടിക്കിൾ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിന്നുമെന്ന അർത്ഥമാണ്. കര എന്ന പാർട്ടിക്കിളിൻ്റെ അടുത്ത ഉപയോഗം എന്തെന്ന് വെച്ചാൽ ബിക്കോസ് എന്നാണ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് ഇസോഗാഷി കര ഇക്കേമാസേൻ. ബിസി ആയതിനാൽ പോകാനാകില്ല. അടുത്തത് മാതയാണ്. അണ്ടിൽ, ടു, ഫിനിഷിംഗ് എന്നൊക്കെയാണ് ഇതിനർത്ഥം. ഒരു ടൈം എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്ലേസ് എൻഡ് ചെയ്യുന്നത് എന്നിങ്ങനെ കാണിക്കാനാണ് മാതേ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾ യോരു മാതേ അസോബി മഷ്ത. രാത്രി വരെ എൻജോയ് ചെയ്തു, സ്പെൻഡ് ചെയ്തു എന്നിങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ടോക്കിയോ വരെ പോകും എന്നാണ് അർത്ഥം. അടുത്തത് കാര മാതേ പാർട്ടിക്കിൾ യൂസേജ് ആണ്. ഫ്രം, ടു അല്ലെങ്കിൽ ഫ്രം, അണ്ടിൽ എന്നാണ് ഇതിനർത്ഥം. ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ, ഈ പ്ലേസ് തൊട്ട് ഈ പ്ലേസ് വരെ എന്നാണ് ഇതിനർത്ഥം. മുതൽ, വരെ എന്നീ യൂസേജാണ് കാരാമാത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. അസാക്കര യോരു മാതേ ഹത്രക്കിമസ്. രാവിലെ മുതൽ രാത്രി വരെ വർക്ക് ചെയ്തു. ഇനി പ്ലേസിൻ്റെ എക്സാമ്പിൾ നോക്കാം. ടോക്കിയോ കര ഓസക്ക മാതേ ദേൻഷാദേ ഇക്കിമസ്. ടോക്കിയോ മുതൽ ഓസക്ക വരെ ട്രെയിനിലാണ് പോകുന്നത്. ഇവിടെ ട്രെയിൻ കഴിഞ്ഞിട്ട് ദേ പാർട്ടിക്കിൾ വന്നത് ട്രെയിൻ ഒരു ട്രാൻസ്പോർട്ടേഷൻ ആയതുകൊണ്ടിട്ടാണ്. ട്രാൻസ്പോർട്ടേഷൻ്റെ കൂടെ ദേ പാർട്ടിക്കിളാണ് വരുന്നത്. മിത്തെ കുറെ അരിഗാട്ടോ ഗോസൈമാസ്. ജാ മാതാ ഷിതാ.